ഹരി ഓം. ദശകം 33, ശ്ലോകം 2. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. പദച്ഛേദം നോക്കാം. ത്വത് പ്രീതയേ സകലം ഏവ വിതന്വതഃ അസ്യ. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ. വിതന്വതഃ അസ്യ വിതന്വതോസ്യ. ഭക്ത്യാ ഏവ ഭക്ത്യൈവ ദേവ ന ചിരാത് അഭൃതാഃ പ്രസാദം. ന ചിരാദഭൃതാഃ. യേന അസ്യ യേനാസ്യ യാചനം ഹൃദേ യാചനമൃതേ അഭിരക്ഷണാർത്ഥം. അപിയുടെ ആയാണ് പ്രശ്ലേഷ ചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. ദശകം 33, ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. സകലം ഏവ ത്വത്പ്രീതയേ വിതന്വതഃ അസ്യ ഭക്ത്യാ ഏവ. സകലം ഏവ എല്ലാം തന്നെ ത്വത്പ്രീതയേ വിതന്വതഃ അവിടുത്തെ പ്രീതിക്കായി ചെയ്തു പോതിരുന്ന അസ്യ ഭക്ത്യാ ഏവ ഇദ്ദേഹത്തിൻ്റെ ഭക്തി ഒന്നിനാൽ തന്നെ. ആ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അംബരീഷൻ്റെ. അപ്പോൾ അംബരീഷൻ്റെ ഭക്തി ഒന്നിനാൽ തന്നെ എല്ലാം തന്നെ അവിടുത്തെ പ്രീതിക്കായിട്ട് ചെയ്തു പോന്നിരുന്ന അംബരീഷൻ്റെ ഭക്തി ഒന്നിനാൽ തന്നെ ദേവ ത്വം ന ചിരാത് പ്രസാദം അഭൃതാഹ. ദേവ അല്ലയോ ദേവ അല്ലയോ ഭഗവാനെ അവിടുന്ന് ത്വം ന ചിരാത് പ്രസാദം അഭൃതാഹ കാലതാമസം ഒട്ടും കൂടാതെ തന്നെ ഇദ്ദേഹത്തിൽ പ്രസന്നഭാവത്തെ കൈക്കൊണ്ടു. ആരിൽ? അംബരീഷനിൽ പ്രസന്നഭാവത്തെ കൈക്കൊണ്ടു. അപ്പം ഭഗവാന് വളരെ ഭഗവാന് ഈ അംബരീഷൻ്റെ ഭക്തിയിൽ പ്രസന്നനായി എന്നർത്ഥം. ഏനാന്ന് വെച്ചാൽ ആ പ്രസന്നഭാവത്തെ കൈക്കൊള്ളുകയാൽ, പ്രസന്നഭാവത്തെ തരികയാൽ എന്ന് വെച്ചാൽ ആ അംബരീഷൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ കാരണം അസ്യ യാചനം ഹൃദേ അപി. അസ്യ ഇദ്ദേഹത്തിൻ്റെ ആ അംബരീഷൻ്റെ യാചനം ഇല്ലാതെ തന്നെയും എന്ന് വെച്ചാൽ ആവശ്യപ്പെടൽ ഇല്ലാതെ തന്നെയും അഭിരക്ഷണാർത്ഥം സഹസ്രധാരം ചക്രം ഭവാൻ പ്രവിതതാര. അഭിരക്ഷണാർത്ഥം എന്ന് വെച്ചാൽ ആ സർവവിധ രക്ഷണത്തിനും ഉതകുന്നതായിട്ടുള്ള 1000 സഹസ്രധാരം ചക്രം 1000 മുനകളുള്ളതുമായ സുദർശന ചക്രത്തെ അവിടുന്ന് അറിഞ്ഞു ദാനം ചെയ്തു. ഈ 1000 എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ എണ്ണി 1000 എന്നുള്ളതല്ല, ആ അനേകം എന്നുള്ളത് ആയിരക്കണക്കിന്. അതുകൊണ്ട് അത്രയധികം ഒരുപാട് മുനകളുള്ള അതുമായിട്ടുള്ള ആ സുദർശന ചക്രത്തെ ഭഗവാൻ അംബരീഷന് ദാനം ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പോൾ ഈ അംബരീഷൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഏതൊരു കർമ്മം ചെയ്താലും അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി എല്ലാം ആ ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ലൗകികമായും വൈദികമായുള്ള ഏതൊരു കർമ്മത്തെയും ആ ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യുന്ന ഈ അംബരീഷൻ്റെ ആ ഭക്തിയാൽ തന്നെ ഭഗവാൻ
വളരെ വേഗം പ്രസാദിച്ചു. അപ്പോൾ അതിനാൽ അംബരീഷനാൽ അപേക്ഷിക്കാതെ പോലെ പോലും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ നിവാരണം ചെയ്യാനായിട്ട് ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന 1000-ലധികം അനേകായിരം മുനകളോടുകൂടിയ സുദർശന ചക്രത്തെ ഭഗവാൻ ദാനം ചെയ്തു. അപ്പോൾ അത്രയും വലിയ ഭക്തനായതുകൊണ്ട് ആ ഭക്തന് ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുദർശന ചക്രത്തെ ദാനം ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ ഈ ശക്തി എവിടെയാണ് ഇരിക്കുന്നത്? ശക്തി ശക്തനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവന് ശക്തിയുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ വൈഷ്ണവ ശക്തി തന്നെയാണ്. അപ്പോൾ അത് എവിടെയും ആരിലും ഉണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ആവാഹിച്ച് വളർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഏകാഗ്ര ധ്യാന രൂപമായിട്ടുള്ള ഭക്തിക്ക് കഴിയും. അപ്പോൾ ആ ഭക്തിക്ക് നേടിത്തരുവാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനുദാഹരണമാണ് ഈ വാത്മീകിയുടെ കഥ. ആ വാത്മീകി രാമഭക്തനായതുകൊണ്ടാണല്ലോ ബ്രഹ്മർഷിയായി തീർന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഭക്തനായിട്ടുള്ള അംബരീഷൻ കർമ്മയോഗിയും കർമ്മവിമുക്തനുമായിട്ടുള്ള ഒരു ജ്ഞാനിയായിരുന്നു. ത്വത്പ്രീതയേ സകലമേവ വിതന്നതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം.